നമസ്കാരം. ഫലസ്തീന് അന്താരാഷ്ട്ര അംഗീകാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകം മുഴുവനും ഒരു ചോദ്യം ചോദിക്കുകയാണ്: ഈ ഭൂമിക്ക് ആർക്കാണ് യഥാർത്ഥത്തിൽ അവകാശം? ഫലസ്തീനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നു: നിങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരു വശത്ത് നൂറ്റാണ്ടുകളായി തങ്ങളുടെ ഭൂമിക്ക് വേണ്ടി പോരാടുന്ന ഫലസ്തീനികൾ, മറുവശത്ത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് തങ്ങളുടെ പൂർവികരുടെ മണ്ണിലേക്ക് തിരികെ വന്ന ജൂതന്മാർ. ഈ സങ്കീർണമായ കഥയുടെ ഒരു വശം മാത്രമാണ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളത് എങ്കിൽ ഇന്ന് നമ്മൾ മറ്റൊരു വശം കൂടി പരിശോധിക്കാൻ പോവുകയാണ്. ഇസ്രയേലിനെ കുറിച്ച്, അവരുടെ ചരിത്രത്തെക്കുറിച്ച്, അവരുടെ അതിജീവനത്തെക്കുറിച്ച്, ലോകം സാധാരണയായി ചർച്ച ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. ഒരു രാജ്യം എങ്ങനെയാണ് സ്വന്തം ജനതയുടെ സ്വപ്നങ്ങളിൽ നിന്നും പിറവിയെടുത്തത്? പ്രതികാരത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഈ കഥ തുടങ്ങുന്നത് ഒരു സ്വപ്നത്തിൽ നിന്നുമാണ്. നമുക്ക് ആ കഥയിലേക്ക് പോകാം. ഇസ്രായേലിന്റെ കഥ യഥാർത്ഥത്തിൽ 3000 വർഷങ്ങൾക്ക് മുമ്പാണ് തുടങ്ങുന്നത്. ബൈബിളിലും ടോറയിലും രേഖപ്പെടുത്തിയ ചരിത്രമനുസരിച്ച് ഈ പ്രദേശം യഹൂദ ജനതയുടെ വാഗ്ദത്ത ഭൂമിയാണ്. ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനമാണിത്. പിന്നീട് അദ്ദേഹത്തിന്റെ മക്കളായ ഇസഹാക്കും യാക്കോബും ഈ ഭൂമിയിൽ ജീവിച്ചു. രാജാക്കന്മാരായ ദാവീദും സോളമനും യെരുശലേമിൽ അവരുടെ മനോഹരമായ ക്ഷേത്രങ്ങൾ പണിതു. ഈ ക്ഷേത്രങ്ങളാണ് ജൂത ജനതയുടെ ആത്മീയ കേന്ദ്രം. പക്ഷെ ഈ രാജ്യം നിലനിന്നത് വളരെ കുറഞ്ഞ കാലം മാത്രമാണ്. ബാബിലോണിയൻ ആക്രമണങ്ങൾ, പിന്നീട് റോമൻ സാമ്രാജ്യത്തിന്റെ അടിച്ചമർത്തലുകൾ. AD 70 റോമക്കാർ 2ാം ക്ഷേത്രം തകർത്തു. അതോടെ ജൂതന്മാർക്ക് തങ്ങളുടെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ലക്ഷക്കണക്കിന് യഹൂദന്മാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ഈ പലായനം ഡയസ്പോറ എന്നറിയപ്പെടുന്നു. 2000 വർഷം നീണ്ടുനിന്ന ഈ കാലഘട്ടത്തിൽ അവർ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ചിതറിപ്പോയെങ്കിലും അവരുടെ മനസ്സിൽ ഒരേയൊരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ: അടുത്ത വർഷം യെരുശലേമിൽ. ഈ പ്രാർത്ഥന അവരുടെ ഓരോ ഉത്സവത്തിന്റെയും ഭാഗമായിരുന്നു. തങ്ങൾ നഷ്ടപ്പെട്ട നാടിനെ കുറിച്ചുള്ള ഈ തീവ്രമായ ആഗ്രഹം തലമുറകളിലൂടെ കൈമാറി. 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജൂതന്മാർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു. റഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും നടന്ന കൂട്ടക്കൊലകൾ അവരെ ഭയപ്പെടുത്തി. തങ്ങൾക്ക് സ്വന്തമായ ഒരു രാജ്യം ഉണ്ടാകണമെന്ന ആഗ്രഹം അതിശക്തമായി. ഈ ആശയത്തിൽ നിന്നാണ് സയനിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടത്. സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിതാവായ തിയോഡോർ ഹെർസൽ യഹൂദന്മാർക്ക് സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ടു. ജൂതരാഷ്ട്രം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ലോകമെമ്പാടുമുള്ള യഹൂദർക്ക് പ്രചോദനമായി. ആദ്യകാലങ്ങളിൽ ഈ പ്രസ്ഥാനം പല സ്ഥലങ്ങളെയും പരിഗണിച്ചു. ഉഗാണ്ട, അർജന്റീന തുടങ്ങിയ സ്ഥലങ്ങൾ ചർച്ചയ്ക്ക് വന്നു. പക്ഷേ ഭൂരിപക്ഷം യഹൂദന്മാരും തങ്ങളുടെ പൂർവികരുടെ ഭൂമിയിലേക്ക് തന്നെ മടങ്ങാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായ ഫലസ്തീനിലേക്ക് അവർ കൂട്ടമായി കുടിയേറാൻ തുടങ്ങി. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്നത്തെ ഇസ്രയേൽ പ്രദേശം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഇവിടെ ജൂതന്മാരും അറബികളും സമാധാനപരമായി സഹവസിച്ചു. പക്ഷെ ജൂത കുടിയേറ്റം വർദ്ധിച്ചതോടെ ഭൂമിയുടെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉടലെടുത്തു. ഈ കാലഘട്ടത്തിൽ ജൂതന്മാർ ഫലസ്തീൻ മേഖലയിൽ ഭൂമി വാങ്ങി കൃഷി ആരംഭിച്ചു. ചതുപ്പുകൾ നികത്തി കൃഷിയിടങ്ങളാക്കി മാറ്റി. ഈ പ്രദേശം ഒരു ആധുനിക സമൂഹമായി വികസിക്കാൻ തുടങ്ങി. 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒട്ടോമൻ സാമ്രാജ്യം തകർന്നു. ഈ പ്രദേശം ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. 1917 ബ്രിട്ടൻ പുറത്തിറക്കിയ ബാൽഫർ പ്രഖ്യാപനം ജൂതന്മാരുടെ സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകി. ഫലസ്തീനിൽ ജൂതന്മാർക്ക് ഒരു ദേശീയ ഭവനം സ്ഥാപിക്കാൻ ബ്രിട്ടൻ സഹകരിക്കുമെന്ന് ഈ പ്രഖ്യാപനം വാഗ്ദാനം ചെയ്തു. അറബികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ഇത്. ഈ 2 വാഗ്ദാനങ്ങളും പിന്നീട് പ്രശ്നങ്ങളുടെ പ്രധാന കാരണമായി. എന്നാൽ ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് ഏറ്റവും വലിയ പ്രേരണയായത് ഹോളോകാസ്റ്റ് ആയിരുന്നു. 2ാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ ഭരണത്തിന്റെ കീഴിൽ നടന്ന 6 മില്യൺ ജൂതന്മാരുടെ കൂട്ടക്കൊല ലോകത്തെ നടുക്കി. മനുഷ്യരാശിക്ക് മുഴുവൻ അപമാനമായി മാറിയ ഈ ദുരന്തം ജൂതന്മാർക്ക് സ്വന്തമായി ഒരു രാജ്യം എത്രത്തോളം ആവശ്യമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി. ഇനിയും തങ്ങൾ മറ്റുള്ളവരുടെ ദയയ്ക്ക് വിധേയരാകാൻ പാടില്ലെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. യുദ്ധത്തിന് ശേഷം പലായനം ചെയ്ത ജൂതന്മാരെ ഉൾക്കൊള്ളാൻ പല രാജ്യങ്ങളും വിസമ്മതിച്ചു. ഈ സാഹചര്യത്തിൽ ജൂതർ തങ്ങളുടെ പൂർവികരുടെ ഭൂമിയിലേക്ക് തന്നെ മടങ്ങി. അവരുടെ ഈ ആവശ്യം അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിഞ്ഞു. 1947 ഐക്യരാഷ്ട്രസഭ ഫലസ്തീനെ ഒരു ജൂതരാഷ്ട്രമായും ഒരു അറബ് രാഷ്ട്രമായും വിഭജിക്കാനായി തീരുമാനിച്ചു. യെരുശലേമിനെ ഒരു അന്താരാഷ്ട്ര നഗരമാക്കി മാറ്റാനും തീരുമാനിച്ചു. ഈ വിഭജന പദ്ധതി ജൂതന്മാർ അംഗീകരിച്ചെങ്കിലും അറബികൾ അത് നിഷേധിച്ചു. തങ്ങളുടെ ഭൂമി വിഭജിക്കാൻ വിസമ്മതിച്ച അവർ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു. 1948
ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ജൂത നേതാവായ ഡേവിഡ് ബെൻ ഗുറിയോൺ ഇസ്രയേൽ രാഷ്ട്രം പ്രഖ്യാപിച്ചു. അതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്നിന് ആരംഭം കുറിക്കുകയായിരുന്നു. ഇസ്രയേൽ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ്, ലെബനൻ എന്നീ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇസ്രയേലിനെ ആക്രമിച്ചു. എണ്ണത്തിൽ വളരെ കുറഞ്ഞ സൈനിക ശക്തിയില്ലാത്ത ഒരു രാജ്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താമെന്ന് അവർ കരുതി. പക്ഷേ ഇസ്രയേലിന്റെ സൈന്യം അത്ഭുതകരമായി പോരാടി. സ്വന്തം മണ്ണിൽ നിന്ന് വീണ്ടും പുറത്താക്കപ്പെടുമോ എന്ന ഭയം അവരെ കൂടുതൽ ശക്തരാക്കി. 1948 ഈ യുദ്ധത്തിൽ ഇസ്രയേൽ വിജയിച്ചു. എന്നാൽ അതിന്റെ ഫലം ദുരന്തപൂർണമായിരുന്നു. ആയിരക്കണക്കിന് ഫലസ്തീനികൾ അഭയാർത്ഥികളായി. ഈ ദുരന്തം അവർക്ക് നക്ബ എന്നറിയപ്പെടുന്നു. ഇതേ സമയം അറബ് രാജ്യങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ജൂതന്മാർ ഇസ്രയേലിലേക്ക് പലായനം ചെയ്തു. അവർക്കും സ്വന്തം വീടുകൾ നഷ്ടപ്പെട്ടു. തുടർന്നുള്ള ദശാബ്ദങ്ങളിൽ ഇസ്രയേലിന് സമാധാനം ലഭിച്ചിട്ടില്ല. 1956 സൂയസ് കനാൽ യുദ്ധം, 1967 6 ദിവസത്തെ യുദ്ധം, 1973 യോം കിപ്പൂർ യുദ്ധം. ഓരോ യുദ്ധവും ഇസ്രയേലിന്റെ നിലനിൽപ്പിനുള്ള പോരാട്ടമായിരുന്നു. 1967 യുദ്ധത്തിൽ ഇസ്രയേൽ ഫലസ്തീന്റെ വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ യെരുശലേം, ഗാസ മുനമ്പ് തുടങ്ങിയ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ഈ പ്രദേശങ്ങളാണ് പിന്നീട് ഇസ്രയേൽ ഫലസ്തീൻ തർക്കത്തിന്റെ കേന്ദ്രമായി മാറിയത്. അതിജീവനത്തിന്റെ ഈ പോരാട്ടങ്ങൾക്കിടയിലും ഇസ്രയേൽ ഒരു ആധുനിക രാഷ്ട്രമായി വളരുകയായിരുന്നു. ലോകത്തിന്റെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ ഹബ്ബുകളിൽ ഒന്നായി അവർ മാറി. കൃഷിയിലും വൈദ്യശാസ്ത്രത്തിലും സൈനിക സാങ്കേതിക വിദ്യയിലും അവർ ലോകത്തിന് തന്നെ മാതൃകയായി. മരുഭൂമിയിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിച്ച് അവർ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി. പക്ഷേ ഇന്നും ഇസ്രയേൽ ഭീഷണിയിലാണ്. ഫലസ്തീൻ സംഘടനകളായ ഹമാസ്, ഇസ്ലാമിക് ജിഹാദ്, ഹിസ്ബുള്ള എന്നിവരിൽ നിന്നുള്ള നിരന്തരമായ ആക്രമണങ്ങൾ അവർ നേരിടുകയാണ്. ഇസ്രയേൽ ഒരു പ്രതിരോധ സംവിധാനം നിർമ്മിച്ചു. അത് സാധാരണക്കാർക്ക് സംരക്ഷണം നൽകുന്നു. പക്ഷേ ഓരോ ആക്രമണവും അവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുകയാണ്. ഇസ്രയേലിന്റെ കാഴ്ചപ്പാടിൽ ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നത് ഈ ഭീകര സംഘടനകൾക്ക് കൂടുതൽ ശക്തി നൽകുമെന്നാണ്. അവർക്ക് സ്വന്തമായി ഒരു സൈന്യവും ഭരണവും ഉണ്ടായാൽ ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ടാണ്. ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വന്നാൽ അത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇസ്രയേലിന് വലിയ ഭീഷണിയാകും. ഇസ്രയേൽ ഫലസ്തീൻ തർക്കത്തിന് 2 വശങ്ങളുമുണ്ട്. ഫലസ്തീനികൾക്ക് നഷ്ടപ്പെട്ട ഭൂമിക്ക് വേണ്ടിയുള്ള അവകാശങ്ങളുണ്ട്. ജൂതന്മാർക്ക് 2000 വർഷത്തെ ഡയസ്പോറയ്ക്ക് ശേഷം ലഭിച്ച സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷാ ആശങ്കകളുണ്ട്. ലോകം മുഴുവൻ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം തേടുമ്പോൾ സമാധാന ചർച്ചകൾ പലപ്പോഴും പരാജയപ്പെടുകയാണ്. ഫലസ്തീൻ ഒരു രാഷ്ട്രമാകണമെന്ന ആശയം പല രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രയേലിന് സുരക്ഷ ഉറപ്പാക്കാതെ ഇത് നടപ്പാക്കാൻ സാധിക്കില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഫലസ്തീന് വർദ്ധിച്ചു വരുന്ന അംഗീകാരം ഇസ്രയേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുമോ അതോ സമാധാന ചർച്ചകൾക്ക് ഇത് പുതിയ വഴി തുറക്കുമോ? എന്തായാലും ഇസ്രയേലിന്റെ കഥ അത് ഒരു രാജ്യത്തിന്റെ മാത്രം കഥയല്ല. അതൊരു ജനതയുടെ അതിജീവനത്തിന്റെ കഥ കൂടിയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള ജൂതന്മാർ തങ്ങളുടെ നഷ്ടപ്പെട്ട സ്വപ്നം വീണ്ടെടുക്കാൻ നടത്തിയ പോരാട്ടത്തിന്റെ കഥ. ഈ ചരിത്രത്തെ മനസ്സിലാക്കാതെ ഈ പ്രശ്നത്തെക്കുറിച്ച് ഒരു നിഗമനത്തിലെത്തുന്നത് ഒട്ടും എളുപ്പമല്ല. ഞാനിത് വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഫലസ്തീനികൾക്കും ഇസ്രയേലിനും സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഭാവി നമുക്ക് സ്വപ്നം കാണാം. പക്ഷേ അതിന് ഇരുവിഭാഗങ്ങളുടെയും ചരിത്രപരമായ ആശങ്കകളും അവകാശവാദങ്ങളും മനസ്സിലാക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഫലസ്തീൻ ഒരു രാഷ്ട്രമായി അംഗീകരിക്കപ്പെടേണ്ടതുണ്ടോ അതോ ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾക്ക് മുൻഗണന നൽകേണ്ടതുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.